അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ് ലേലം. എന്നെ അറിയുമല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി. ലേലം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമ ആയതുകൊണ്ടും അന്ന് ഇതിൻ്റെ ഒരു സീക്വലിനെ പറ്റി ചർച്ച വന്നപ്പോൾ ചെയ്താലൊന്ന് ചോദിക്കുകയും ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അന്നേ അച്ഛൻ പറഞ്ഞു, നീ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകാൻ പോകുന്നത് എല്ലാവരും ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് നിന്നെ കമ്പയർ ചെയ്യും. ഒന്നെങ്കിൽ നീ അത്ര എഴുതാൻ പറ്റുമോ നോക്കുക, അതല്ലെങ്കിൽ വേറെ റൂട്ട് പിടിക്കുക. എനിക്ക് തന്നെ ധാരണയുണ്ട് ഞാൻ ഒരിക്കലും അത് എഴുതുന്ന പോലെ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നീ ഇരിപ്പണ്ട, നീ സാധനമാണ് എപ്പോഴും അവ രഞ്ജി പണിക്കന്റെ മോൻ ജാട ഈ ഇരിപ്പൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ. രഞ്ജി സാറിന് ഇത്രയും മതിലില്ല. അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ധ്യാനിന്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ധ്യാനിന് തോന്നുന്നുണ്ടെങ്കിൽ ധ്യാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ധ്യാനിന്റെ ശൈലിയിലൂടെ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യും. അറിയാതിരിക്കുന്ന അച്ഛൻ അത് ഞാൻ കണ്ടിട്ട് അത്ഭുതത്തോടെ ആരാധനയോടെ ഇതൊക്കെ നോക്കി കാണാറുണ്ട്. ഇവരുടെ പെർഫോമൻസ് ഇത് എങ്ങനെ ഇത് വർക്കൗട്ട് ആവുന്നു. പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നത് ഓവർ റേറ്റഡ് ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഓവർ ഹൈപ്ഡ് ആണ്, ഓവർ റേറ്റഡ് ആണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പല പടങ്ങളും പിന്നീട് അത് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഒരു ക്യാമറ കയ്യിലുണ്ടെങ്കിൽ എന്ത് പോക്കത്തിലും വിളിച്ചു പറയാം എന്ന് തോന്നുന്ന കുറേ റിവ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഓവറാണ്. അത് ഓവർ എന്ന് വെച്ചാൽ അതിൻ്റെ മേക്കേഴ്സിനെ, അതിനകത്ത് ആർട്ടിസ്റ്റിനെ, അവരുടെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ അനാവശ്യമായിട്ട് അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാം. ഞാൻ സാറിന് ചെയ്യുന്നത്, ഞാൻ റിലീസായി കഴിഞ്ഞാൽ ഞാൻ ഉമ്മർ എന്താ പറയുന്നതെന്ന് ഞാൻ കേൾക്കാറില്ല. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് 1 Life 5 Wives വെബ് സീരീസിൻ്റെ വിശേഷങ്ങളുമായി ടീം നമുക്കൊപ്പം ഉണ്ട്. പ്രശാന്ത് അലക്സാണ്ടർ, അമ്മു അഭിരാമി, നിതിൻ രഞ്ജി പണിക്കർ, ആൽഫി. ഓക്കെ, ആൽഫിയുടെ ഫുൾ നെയിം ആൽഫി പഞ്ഞിക്കാരൻ. ഓക്കെ, ഹായ്. ശരിക്കും നിതിനെ ഇതൊരു വെബ് സീരീസ് ശരിക്കും ഒരു ഫണ്ണി ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ക്ലൈമാക്സ് വരുമ്പോൾ വേറെന്തൊക്കെ കുറെ പരിപാടികളുണ്ടെന്നും വിചാരിക്കുന്നു. അങ്ങനെയാണോ ധാരണ? ശരി, ഫണ്ണി എന്നതിനപ്പുറത്തേക്ക് ഹ്യൂമറസ് ആയിട്ട് പോകുന്നൊരു വെബ് സീരീസ് ആണ്. അത് ഇങ്ങനെ കോർത്ത് ഹ്യൂമറായിട്ട് പോകുന്നതല്ല. എങ്കിലും ഇതിൻ്റെ ഒരു മൊത്തം കണ്ടന്റിലും അതിൽ വരുന്ന ഒട്ടുമുക്കാൽ സീനുകളിലും ആ സിറ്റുവേഷനിലൊരു ഹ്യൂമറുണ്ട്. ഈ കഥ കണ്ടു കഴിയുമ്പോൾ കഥയ്ക്കകത്തൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ഹ്യൂമറുണ്ട്. ഹ്യൂമറായിട്ട് ചിന്തിച്ചാൽ, ഡാർക്കായിട്ട് ചിന്തിച്ചാൽ ഡാർക്കുമാണ്. നമ്മളതിൻ്റെ ഹ്യൂമർ സൈഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സ് ആവുമ്പോൾ അത് വേറൊരു രീതിയിലാവും. അതപ്പോൾ അങ്ങനെ കാണുന്നില്ല, അപ്പം കാണുമ്പോൾ മനസ്സിലാവും. ഈ കാസ്റ്റിംഗ് ഇപ്പോൾ സുരാജേട്ടനിൽ തുടങ്ങിയിട്ട്, ഇപ്പോൾ സുരാജേട്ടൻ കുറെ കാലം കൊണ്ട് പലതരത്തിലുള്ള ജോണേഴ്സ് പിടിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഈ കോമഡി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഗർലൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചൊന്നും മാറ്റി ചെയ്യുന്നത്. അത് കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതും കൂടെ ആ സൈഡും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ആ കഥാപാത്രം ചെന്ന് പെടുന്ന സിറ്റുവേഷനിലാണ് ഹ്യൂമർ കോമഡി. അല്ല, സുരാജേട്ടൻ്റെ ക്യാരക്ടർ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കക്ഷിയാണ്. അദ്ദേഹം ചെന്നുപെടുന്ന സിറ്റുവേഷണൽ ഹ്യൂമർ ഉള്ളത് കൊണ്ട് അദ്ദേഹം റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഹ്യൂമറുണ്ട്. അങ്ങനെയാണ്. അല്ല, സുരേന്ദ്രൻ്റെ നമ്മൾ അല്ലാതെ കണ്ടിട്ടുള്ള ഹ്യൂമർ ആ ട്രാക്കിലുള്ള സീരീസ് അല്ല. ഇപ്പോൾ വെബ് സീരീസിന് ശരിക്കും അക്സെപ്റ്റൻസ് ഉള്ള ഒരു ടൈമാണ്. പക്ഷേ സിനിമകൾ പലതും ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും OTT റിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അങ്ങനെ അല്ലാത്തൊരു അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുക. തിയേറ്ററിക്കൽ സക്സസ് ആയ ചില സിനിമകൾ അങ്ങനെ ഒരു സിനാരിയിലാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഇത് കോൺഫിഡൻസ് ഉള്ളൊരു കാര്യമാണ്. വെബ് സീരീസ് ഓടുന്ന ഒരു ചരിത്രമാണ് ഇപ്പം നമുക്കുള്ളത്. അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണോ ഇത് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ സിനിമകൾ തിയേറ്ററിൽ ഇപ്പം ഭയങ്കര ഓവർ ഹൈപ്ഡാണ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് OTTയിൽ വന്ന് ആ ഹൈപ്പില്ലാതെ നോർമലി ഇരുന്ന് കാണുന്ന പ്രേക്ഷകന് അത് ചിലപ്പം അത് ഇത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. ഇപ്പം വെബ് സീരീസിനെ സംബന്ധിച്ചുള്ള, ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ആദ്യത്തെ വെബ് സീരീസാണ്. മലയാളത്തിൽ അധികം വന്നിട്ടില്ല വെബ് സീരീസ്, 4-5 എണ്ണമാണ് വന്നിട്ടുള്ളത്. അപ്പം വെബ് സീരീസിൻ്റെ ഒരു വ്യത്യാസം എന്നെ സംബന്ധിച്ചിടത്തോളം, സിനിമയ്ക്കകത്തൊരു ലിമിറ്റഡ് ടൈമിൽ ഒരു 2.25 മണിക്കൂറൊക്കെയാണ് നമ്മളിപ്പം പൊതുവിൽ സിനിമകൾ വരുന്നത്. ഇതാകുമ്പോൾ ഒരു കുറച്ചുകൂടെ ടൈം കൂടുതലിട്ട് ഒരു 3-3.5 മണിക്കൂറിൽ ഒരു കഥ പറയാനുള്ളൊരു സാവകാശം നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒതുക്കാതെ, കട്ട് ചെയ്ത് മാറ്റാതെ ഒരു തൃപ്തി വരുന്ന പോലെ ആ കഥ പറയാൻ പറ്റും. ചിലപ്പോൾ ഇതിപ്പം ഈ ചെയ്ത വെബ് സീരീസ് ഒരു സിനിമയാക്കിയിരുന്നെങ്കിൽ ഇത് 2.25 മണിക്കൂറിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പലതും നമ്മൾ മിസ് ചെയ്തു പോകും. അപ്പോൾ എനിക്ക് അതിനൊരു സാവകാശമുണ്ട് വെബ് സീരീസിനെ സംബന്ധിച്ചിടത്തോളം. സിനിമയെക്കാട്ടിലപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ സിനിമയില്ല എന്നല്ല, ചില കഥകൾ പറയാൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി ബെറ്റർ പ്ലാറ്റ്ഫോം വെബ് സീരീസ് ഈ OTT ആയിരിക്കും തോന്നുന്നു. ഹായ് അമ്മു. അപ്പോൾ വിജയ്, ധനുഷ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് അഭിനയിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെബ് സീരീസ് മലയാളത്തിൽ ചൂസ് ചെയ്തത്? I am grateful for Nitin Chetta for choosing me for web series because I've always wanted to do projects in Malayalam industry because I'm a huge fan and a huge admirer of the Malayalam industry in general from the time I started watching movies. So, when I got the call from Nitin Chetta, I was very excited. Adum web series, no, I was very, very excited because we all know Malayalam movies, but I've never ventured out into Malayalam web series. He was very sweet.
he could have just narrated my portion because I'm still a new face here in Malayalam. But he was so kind. He narrated the entire portion. I was like, idilla endha portion na? I wasn't sure. And then he said out of like nowhere another portion, and it was very interesting. I'm not supposed to reveal anything. He'll kill me. പോസ്റ്ററിലും ഇല്ല. But it was very nice. I was so grateful for getting such amazing opportunity in my debut Malayalam project, and I'm forever thankful to Thank you for doing this also. you. My pleasure. ശരിക്കും അതൊരു സസ്പെൻസും കൂടെയാണല്ലോ ഇയാളുടെ ക്യാരക്ടർ. സസ്പെൻസ് എന്നല്ല, ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പം ഈ ഫോട്ടോ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അന്ന് അമ്മൂനില്ല ഷൂട്ട്. ഞങ്ങൾ അന്ന് ഷൂട്ട് ഇവർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവരെ വെച്ചിട്ടൊരു ഫോട്ടോ എല്ലാവരും അവൈലബിൾ ആൾക്കാരെ വെച്ചിട്ട് എടുക്കുന്നുള്ളേ ഉള്ളൂ. But I'm very grateful to work alongside Suraj Cheta and all the amazing ladies and cast. It was like a dream come true almost. Such an amazing cast and crew. So I had the best experience in this web series. മലയാളത്തിൽ നിങ്ങൾ ശോഭിക്കട്ടെ. അല്ല, അമ്മു ഭയങ്കര 2 movies I'll speak fluently in Malayalam. അമ്മു പിന്നെ ഭയങ്കരമായിട്ട് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളാണ്. ഇത് പഠിക്കാനും പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട് ഫീഡ് ചെയ്യുകയും അത് കൃത്യമായിട്ട് അത് സ്ക്രീനിൽ തരികയൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് നമുക്കൊരു 1-2 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ അതിനകത്ത് അവൾ വന്ന് കയറുമ്പോൾ തന്നെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ആ ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള ആ ക്യാരക്ടറിന് ലൈറ്റ് സീൻസേ ഇല്ല. അപ്പോൾ അതെല്ലാം എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവള് വന്ന് കയറിയിട്ട് പെട്ടെന്ന് ഇത് ഇത്രയും സീൻ ഒരുമിച്ചൊരു ദിവസം ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര വൃത്തിയായിട്ട് ഭയങ്കര ഓരോ മൈന്യൂട്ട് പോയിന്റ്സും വൃത്തിയായിട്ട് അവള് ചെയ്തിട്ടുണ്ട്. അടിപൊളി. നിങ്ങൾ പുരുഷപ്രേതം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സ് തന്നതാ, പിന്നെ തിരിച്ചെടുത്തിട്ടില്ല. ഒരു വെബ് സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ ജാവ മുതൽ വേറൊരു ടൈപ്പ് ഓഫ് ഒരു ആളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ മനുഷ്യൻ വേറെ തലത്തിലാണ് എന്നുള്ളത് പുരുഷപ്രേതത്തിൽ എത്തിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഒരു സാധനം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഒടുവിൽ ടർബോയിലൊക്കെ കാണുമ്പോഴും അതല്ല പ്രശാന്ത് എന്ന് തോന്നുന്ന ഒരു പ്രശാന്ത് ഉണ്ട്. ഈ വെബ് സീരീസിൽ എങ്ങനെയായിരിക്കും പ്രശാന്ത്? ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് ചെയ്യാൻ. നമ്മൾ സിനിമയിലേക്ക് നമ്മൾ കണ്ട് വന്നിട്ടുള്ള സിനിമകൾ, ആ സിനിമയിലെ പല കഥാപാത്രങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് നമുക്ക് ഇങ്ങനത്തെ വേഷങ്ങൾ കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമകളും കുറേ ക്യാരക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്ന സിനിമകളിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ വളരെ കുറവാണ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് വളരെ കുറവാണ്. പിന്നെ പെർഫോമൻസ് രീതി ഭയങ്കരമായിട്ട് മാറി, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസുകളിലാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റേത് ഡ്രാമയിൽ നിന്നുകൊണ്ട്, ഡ്രാമ എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സെൻസ് അല്ല ഞാൻ പറഞ്ഞത്, ഓരോ സീനിലെയും ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് ഉണ്ട്. ആ സീനിൻ്റെ ഡ്രാമ കൊണ്ടുവരുന്ന ഇമോഷൻസ്, അപ്പം അത് പെർഫോം ചെയ്തെടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അതായത് ഡയലോഗ് പറഞ്ഞ്, ഇപ്പം കിരീടത്തിൽ സേതുമാധവൻ്റെ അച്ഛൻ നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെയിട എന്ന് പറയുന്നത്, അതൊരു സിനിമാറ്റിക് ഡയലോഗാണ്, ഭയങ്കര ഇമോഷണൽ ആയിട്ട്. ഇന്നത്തെ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്നത്തെ ഒരു സിനിമയിലാണ് അങ്ങനത്തെ ഒരു സാധനം വരികയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. ഈ അച്ഛനെ നോക്കിയിട്ട് അച്ഛനൊന്നും പറയണ്ട, ഇയാൾ കത്തി താഴെയും ഇടും. ഇന്ന് അങ്ങനെയാണ്. മറ്റേത് ഡയലോഗ്സിലൂടെയും പെർഫോമൻസിലൂടെയും ഒക്കെയാണ് പല കാര്യങ്ങളും നമ്മൾ കണ്ടു വളർന്ന സിനിമകളിലെ സീക്വൻസുകളിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച്, അങ്ങനെയൊക്കെ ചില സീനുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് 2002 മുതൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് വേഷങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ അതിൻ്റെ പാറ്റേൺ അങ്ങ് മാറിപ്പോയി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് 78-ൽ നടക്കുന്നൊരു കഥയുമായി നിതിൻ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്നെ വിളിച്ചത് പുരുഷപ്രേതം കണ്ടിട്ടാണ് നിതിൻ എന്നെ വിളിച്ചിട്ട്. എനിക്ക് ഇതിനെ ഭയങ്കര പേടിയായിരുന്നു. സീരിയസ് നിപ്പ്. പക്ഷെ ആളുടെ സങ്കോചങ്ങൾ കൊണ്ടും പുള്ളി അധികം സംസാരിക്കാത്തതാണ്. പക്ഷേ ഭയങ്കര രസകരം, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണെന്നൊക്കെ ഇതിന്റെ കഥ പറയുമ്പോൾ, കഥ പറഞ്ഞിട്ട് നമ്മൾ ഈ ഷൂട്ടിംഗ് പീരീഡിലാണ് അതൊക്കെ മനസ്സിലായി വരുന്നത്. അപ്പം നിതിൻ പറഞ്ഞ ഒരു സ്പെസിമെൻ ഉണ്ട്. ഈ നാഗേന്ദ്രനും സോമൻ എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടറും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള 2 നടന്മാരുടെ, നിതിൻ തന്നെ പറഞ്ഞോട്ടെ, 2 നടന്മാരുടെ സ്പെസിമെൻ ആണ് എന്ന് പറയുമ്പോൾ അപ്പം അതിലൊരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കിട്ടി. പിന്നീട് സീനിലേക്ക് പോകുമ്പോൾ ഈ സീനുകൾ വർക്ക് ചെയ്തേക്കുന്നത് ആ പീരീഡിൽ എങ്ങനെയാണോ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്, എങ്ങനെയാണോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ആ രീതിയിലാണ് ഇതിൻ്റെ സീക്വൻസുകൾ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾക്ക് പെർഫോം ചെയ്യേണ്ടി വരുന്നതും ആ രീതിയിലാണ്. അപ്പം നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള
ഒരു ക്യാരക്ടറും എത്ര കാലമായിട്ട് ആഗ്രഹിച്ച് നടന്നിരുന്നുള്ള ഡയലോഗുകളും വർത്തമാന രീതികളും ഒക്കെ ചെയ്യാനൊരു അവസരം കിട്ടിയെന്നുള്ളതാണ് നാഗേന്ദ്രൻ ഹണിമൂൺസിൽ എനിക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷം. അതിൽ തന്നെ എൻ്റെ കാര്യത്തിൽ ഭയങ്കര പർട്ടിക്കുലർ ആയിരുന്നു. ഞാൻ പറയും സുരാജേട്ടന് പിന്നെയും മൂപ്പര് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എന്നെ അദ്ദേഹം റിസർച്ച് നടത്തി കുറെ അന്നത്തെ കാലഘട്ടത്തിലെ ഡയലോഗ്സിലെ രീതികളും ചില ടേമുകളും ഒക്കെ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇവൻ എന്നെക്കാട്ട് കളയത്, ഇവനിതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചിന്തിക്കും. പക്ഷെ എന്നെ കൊണ്ടത് കൃത്യമായിട്ട് പറയിപ്പിക്കുകയും അപ്പൊ അതൊരു രസകരമായ ഒരു എക്സ്പീരിയൻസ്. ഇന്നിപ്പോ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഇന്നത്തെ സിനിമകളിൽ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മാറ്റി പറയാം. പക്ഷെ ഇത് ആ പീരീഡ് ഡിമാൻഡ് ചെയ്തതുകൊണ്ട് എന്നെ അതിലൊക്കെ നിർത്തി ചെയ്യിപ്പിച്ചു. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷകരമായി ചെയ്തു തീർത്ത ഒരു പ്രശാന്തിന്റെ ഇപ്പം സുരാജേട്ടന്റെ ഞാനിത് എഴുതി സുരാജേട്ടനാണ് എന്ന് ഞാൻ ഫിക്സ് ചെയ്യുകയും സുരാജേട്ടന് ഇത് ഓക്കെ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രശാന്ത് ചെയ്യുന്ന കഥാപാത്രം. അപ്പോൾ എനിക്ക് അത് കിട്ടിയിട്ടില്ല. എന്താ എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട്, പക്ഷെ അത് ആരിലേക്ക് പോകും എനിക്കൊരു ധാരണയില്ല. പല പേരുകളും വന്നു പോയെങ്കിലും എനിക്കൊന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ പുരുഷപ്രേതം കാണുന്നത് TV-യിൽ. അപ്പം ഞാൻ പ്രശാന്തിന് അന്ന് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തു. പിന്നെ 1-2 ദിവസത്തിനകത്ത് നമ്മൾ കണ്ടു. കാരണം അതിനകത്ത് ഭയങ്കര രസമായിട്ട് ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ത്രൂ ഔട്ട് ഗംഭീരമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതല്ല ഇതിനകത്ത്, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. പക്ഷെ പ്രശാന്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ എനിക്കും സുരാജേട്ടനും പ്രശാന്തിനും മാത്രം അറിയാവുന്ന ഈ 2 കഥാപാത്രങ്ങളുടെ റെഫറൻസുകളുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എഴുതുമ്പം ആ ആൾക്കാരെ കണ്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. അവരിന്നുള്ള ആൾക്കാരല്ല, പക്ഷെ അത് കൃത്യമായിട്ട് ഏറെക്കുറെ ഇവർ രണ്ടുപേരും അതിലേക്ക് കറക്റ്റായിട്ട് അതുപോലെ അല്ലെങ്കിൽ പോലും അത്രയും തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമിറ്റേഷൻ അല്ല, പക്ഷെ നമുക്കൊരു ഗൈഡൻസ് കിട്ടും, ഒരു ചൂണ്ടുപലക. അതുകൊണ്ട് അതുപോലെ അവരൊക്കെ ചെയ്തിരുന്ന പോലത്തെ 2 ക്യാരക്ടർ. അപ്പോൾ അത് ഭയങ്കര രസമാണ്. സുരാജേട്ടൻ ഇപ്പം ഇതിനകത്ത് ഹ്യൂമറാണ്, ഫണ്ണാണെന്നൊക്കെ പറയുമ്പോഴും ആക്ച്വലി ഇതൊരു ഫൺ എൻ്റർടൈൻമെൻറ്റ് സീരീസ് അല്ല. ഇപ്പം പൊന്മുട്ടയിടുന്ന താറാവ് ഫൺ എൻ്റർടൈനർ ആണോ എന്ന് ചോദിച്ചാൽ അതൊരു നാട്ടിൻപുറത്ത് നടക്കുന്ന രസകരമായൊരു കഥയാണ്. അത് ചിരി വരുന്ന ഏരിയകളുണ്ടാവും, ചിലപ്പോൾ ഓർത്തി ചിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലത്തെ ഒരു കഥയാണിത്. പല കാര്യങ്ങളും നമ്മൾ മീൻസ് ചിലപ്പോൾ കണ്ടുപോകും, പിന്നെ അതൊരു തമാശയായിരുന്നല്ലോ, അല്ലെങ്കിൽ അതൊരു രസമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നാം. അങ്ങനത്തെ പരിപാടികളാണ് ഇതിനകത്ത്. സിറ്റുവേഷനാണ് കോമഡി ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ആരും കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്തേക്കുന്നു. കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരുമായിരിക്കും. ഇപ്പൊ അമ്മുവിന്റെ ഏരിയ ഒക്കെ ഭയങ്കര ഇമോഷണൽ ഏരിയാസ് ആണ്. ചിലപ്പം ഫുള്ള് തീർന്നു കഴിയുമ്പോൾ അത് ഓർത്തിട്ട് ചിരിക്കുമായിരിക്കും. അങ്ങനെ ഉണ്ടാവും. അത് നല്ലതാണ്, അത് ക്രിയേറ്റീവാണ്. ആൽഫി, ശരിക്കും വെബ് സീരീസ് നമുക്ക് പുതിയ കാര്യങ്ങളാണ്. വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സിനിമയിൽ നിന്ന് വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ അഭിനയത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷെ അതൊരു വേറൊരു മൂഡിലായിരിക്കും ഇത് പിടിച്ചേക്കുന്നത്. ഇത് എന്തെങ്കിലും വ്യത്യാസമൊക്കെ തോന്നിയോ? എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. സത്യമായിട്ടും എനിക്ക് ഒരു സിനിമ ചെയ്യുന്ന ഒരു ഇത് തന്നെയാ തോന്നിയുള്ളൂ. സിനിമ തന്നെയാണ്. കാരണം വെബ് സീരീസ് ആണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, ദൈവമേ എന്താവും എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നതേ ജാനകി എൻ്റെ ക്യാരക്ടറിന്റെ പേരിലാണ്. അപ്പൊ അതും എനിക്ക് ഓ മൈ ഗോഡ് ആ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കൂളായിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഇവൻ നേരത്തെ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി നിതിൻ ചേട്ടനെ കുറച്ച് പേടിയുണ്ടായിരുന്നു. ഒന്നാമത്തെ കസബയൊക്കെ ചെയ്ത് വലിയ പടം ചെയ്ത ഒരു ഡയറക്ടർ, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഫസ്റ്റ് ഡേ ഒക്കെ നീ ഇരിപ്പ് കണ്ട, ഈ സാധനമാണ് എപ്പോഴും രഞ്ജിപ്പണിക്കന്റെ മോൻ ജാട, ഈ ഇരിപ്പൊക്കെ ആറ്റിറ്റ്യൂഡും ഒക്കെ. അപ്പൊ വെറുതെ പോയി ഞാൻ ബാക്കി എല്ലാവരുടെ ഹലോ എന്നൊക്കെ പറയുന്ന കൂട്ടത്തില് അതായിരുന്നു. അപ്പൊ ആദ്യം ഭയങ്കര ഒരു ഇച്ചിരി ബഹുമാനത്തോടുകൂടി ശരി കേട്ടാ എന്ന് പറഞ്ഞു. പിന്നെ അവസാനമാണ് മനസ്സിലാവുന്നത്. പിന്നെ എന്തെങ്കിലും ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് 2 ഇരട്ടി കിട്ടും. അതാണ് അധികം ചൊറിയാനും നിൽക്കില്ല ഞാൻ. പക്ഷെ അവസാനമായിപ്പോയി, ആ പടത്തിന്റെ അവസാനമായിപ്പോയി ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പൊ അതാണ് ചേട്ടൻ വിളിച്ചപ്പോ തന്നെ ഞാൻ ഹാപ്പിയാണ് ഈ പടത്തിന് വിളിക്കുമ്പോൾ. കാരണം അത്രയും നല്ലൊരു ടീമിന്റെ കൂടെ നിതിൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ സുരാജേട്ടൻ, പ്രശാന്തേട്ടൻ, ശ്വേത ചേച്ചി, വലിയ കാസ്റ്റാണ് കിടക്കണേ. അപ്പൊ ഇത്രയും പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അങ്ങനെയാണ് ഇതിലോട്ട് ജോയിൻ ചെയ്തത്. പേടിക്കണ്ട, ഞാൻ ആദ്യം നമുക്കിങ്ങനെ തോന്നുമെങ്കിലും
പാവമാണ്. ഇപ്പൊ തിരിച്ചു പേടിപ്പിക്കുന്ന അവസ്ഥയിലെത്തി. ഇപ്പൊ ഞാൻ പറയുമ്പോ രണ്ട് തിരിച്ച് ഇടയ്ക്ക് ചൊറിയാൻ പണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി. ഈ ഇരിപ്പൊക്കെ കാണുമ്പോ നമ്മള് ഈ സ്ഥിരം നോക്കിക്കോട്ടാ, ആറ്റിറ്റ്യൂഡ്, ഹൈ ആറ്റിറ്റ്യൂഡ്. ഈ കാര്യം തന്നെ ഇപ്പോ രഞ്ജി പണിക്കരുടെ മകനാണെന്നുള്ളത് ഒരു വെയിറ്റേജ് ഉള്ളൊരു സാധനമാണ്. അപ്പൊ എഴുത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ 2 പടത്തിന് നിങ്ങൾ തന്നെ എഴുതി, കസബയ്ക്കും കാവലിനും എഴുതി. അപ്പൊ എഴുത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അച്ഛൻ എഴുതി സ്ഥാപിച്ചു വെച്ചിട്ടുള്ള ഒരു സ്പേസിൽ പോയിട്ട് എഴുതുമ്പോൾ നമ്മുടെ എഴുത്തിനെ ആ തരത്തിൽ തന്നെ ആയിരിക്കും ആൾക്കാർ വിലയിരുത്തുക, അതും കൂടെ കമ്പയർ ചെയ്യും. അപ്പം അതൊരു പ്രോബ്ലം ആയിട്ട് വരുമെന്ന് തോന്നിയിരുന്നു. അപ്പൊ ആദ്യത്തെ എഴുത്തൊക്കെ നടക്കുമ്പോൾ അതൊരു ഫ്രിക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടോ, ഹെവി ആക്കണം? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം സിനിമ ആണ്, സിനിമയിലേക്ക് വരാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നത് ഞാൻ +2 കഴിഞ്ഞിട്ടുള്ള സമയം 2004 അപ്പം സിനിമയാണ് അച്ഛൻ എനിക്ക് എങ്ങനെയാണ് താല്പര്യം. അല്ലല്ല, ആദ്യം അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, ഭരചന്ദ്രൻ IPS 2004. അപ്പോൾ അന്നേ അച്ഛൻ പറഞ്ഞു, നീ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകാൻ പോകുന്നത് എല്ലാവരും ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് നിന്നെ കമ്പയർ ചെയ്യും. ഒന്നെങ്കിൽ നീ അത്ര എഴുതാൻ പറ്റുമോ നോക്കുക, അതല്ലെങ്കിൽ വേറെ റൂട്ട് പിടിക്കുക എന്നൊക്കെയുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. കാരണം എന്തായാലും കമ്പാരിസൺസ് ഉണ്ടാവും, അത് ഇന്നവിറ്റബിളാണ്. പക്ഷേ ഞാനത് കാരണം എനിക്ക് തന്നെ ധാരണയുണ്ട് ഞാൻ ഒരിക്കലും അതേ എഴുതുന്ന പോലെ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് അച്ഛൻ്റെ ട്രാക്ക് പിടിക്കാൻ നോക്കിയിട്ടുമില്ല. മമ്മൂക്കയും സുരേഷങ്ങളിലും വെച്ച് സിനിമ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അച്ഛൻ്റെ പോയ സിനിമകളുമായിട്ട് വലിയ സാമ്യമൊന്നും ഈ 2 പടത്തിൻ്റെ സബ്ജക്റ്റുകൾക്കോ കഥാപാത്രങ്ങൾക്കോ ഒന്നുമില്ല. ഞാനത് അങ്ങനെ സിനിമ ചെയ്യാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, എന്നെക്കൊണ്ട് അത് കൂട്ടിയേ കൂടില്ല എന്ന് എനിക്ക് നല്ല ധാരണയുള്ളത് കൊണ്ട് ഞാൻ തന്നെ അത് വിട്ടു. എനിക്കത് പറ്റില്ല. പിന്നെ പുറത്തുള്ളവർ കമ്പയർ ചെയ്തായിരിക്കും എനിക്ക് വിഷയമില്ല. കാരണം എനിക്കൊരു ധാരണയുള്ളത് കൊണ്ട് എനിക്കത് പറ്റില്ല. ഇനിയിപ്പോൾ അവർ കമ്പയർ ചെയ്താൽ ഇന്നോവേറ്റീവ് അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പിന്നെ എഴുതുമ്പോഴോ ഡയറക്റ്റ് ചെയ്യുമ്പോഴോ ഒന്നും അതൊരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചിട്ട് ഞാൻ ചെയ്യാറില്ല. ചീത്തപ്പേരുണ്ടാക്കരുത് അച്ഛന് എന്ന് മാത്രമേ അങ്ങനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അച്ഛൻ അഭിനയത്തിലേക്ക് വരുന്നു. നമ്മൾ പണ്ട് കണ്ടിരുന്ന അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിരുന്ന ഒരു രഞ്ജി പണിക്കർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഡയലോഗ് പറയുന്ന ഒരു വലിയ ആള്, അതാണല്ലോ രഞ്ജി പണിക്കർ എന്ന് പറയുന്നത്. പക്ഷേ അഭിനയത്തിലേക്ക് വന്നപ്പോൾ കുറേ ലൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ഇമോഷണൽ കണക്ഷൻസ് വരുന്ന ഒരുപാട് സീൻസ് ചെയ്തു. ഇപ്പോൾ ശരിക്കും ആ ഇമേജ് മാറിയിട്ടുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. പക്ഷേ എങ്ങനെയാണ് രഞ്ജി പണിക്കരെ മകൻ നോക്കി കാണുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ലൈറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ, അതെ എങ്ങനെയാണ്? അങ്ങനെ വീട്ടിൽ ഡയലോഗ് പറഞ്ഞ് നടക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ അച്ഛൻ്റെ സിനിമയിലെ ചില കഥാപാത്രങ്ങൾ കൃത്യമായിട്ട് അച്ഛനെ റിലേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വിലയാരത്തിലെ സോമനങ്ങളുടെ ക്യാരക്ടറിനകത്ത് ഒരുപാട് അച്ഛൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. കിങ്ങിലെ മമ്മൂക്കയുടെ ക്യാരക്ടറിന് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അച്ഛൻ ഈ പറയുന്ന പോലെ അത് രണ്ടും ഉണ്ട് അച്ഛനിൽ എനിക്ക് തോന്നുന്നു. പക്ഷെ പ്രേമത്തിൽ അല്ലെ ഓം ശാന്തിയിലോ ഒക്കെ ഉള്ള അച്ഛനെക്കാട്ടിലൊക്കെ എത്രയോ ഫാർ ബെറ്റർ ഫാദറാണ് റിയൽ ലൈഫിൽ അദ്ദേഹം. അപ്പം അച്ഛനങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക്, ഞാൻ ഡെയിലി കാണുന്ന ആളല്ലേ, നിങ്ങളുടെ പെർസെപ്ഷനാണ് മാറുന്നത്. കാരണം ഒന്നാമത് അന്ന് രഞ്ജി പഠിക്കുന്ന കമ്മീഷണറും കിങ്ങും ലേലവും പത്രവും അങ്ങനത്തെ വലിയ ഡയലോഗും അങ്ങനെ അറിയുള്ളൂ. ഇപ്പം അഭിനയിക്കുമ്പം നിങ്ങൾക്ക് വേറെ രീതിയിലേ അറിയുള്ളൂ. എന്നാൽ അതുമല്ല, റിയൽ ലൈഫിൽ ആൾ തീർത്തും വേറെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അമ്മു, രാക്ഷസം പോലൊരു പടം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവുന്നതാണ്. അന്നത് കോൺസെപ്റ്റ് ഒരു പുതുമ ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു. അതിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ പടം ഇങ്ങനെ ഒരു വമ്പൻ ഹിറ്റാവും എന്നുള്ളതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞ സമയത്ത് രാക്ഷസൻ ഒരു ബെഞ്ച് മാർക്ക് തന്നെയായി. പിന്നെ അതേപോലെ ഒരുപാട് പടങ്ങൾ പല ഭാഷകളിലായിട്ട് വന്നു. രാക്ഷസൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓർക്കുമ്പോൾ എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഒരു പടമാണ് രാക്ഷസൻ? I was very happy. I didn't know anything about my role because I was just 15. My dad heard it. I didn't know I'll die in that movie. I didn't know nothing. So I just shot the movie and I was very excited. After 2 years it got released. When I saw it in theatre and interval appo everyone started calling me, hey Ammu like that. So that's when my name became Ammu Abhirami. I was like very happy because it got very big reception all over the world and everyone still addresses me with Rakshasan, Ammu, all those characters. So it was a huge experience and I'm very thankful for Ramkumar sir for giving me my first debut offer and it was very exciting. ധനുഷ്, വിജയ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സ്റ്റാറുകളാണ്. അവരുടെ സിനിമകളൊക്കെ അഭിനയിക്കാൻ കഴിയാന്ന് പറയുന്നതും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിനിമയിൽ ഭയങ്കരമായിട്ട് സഹായിക്കില്ലേ നിങ്ങളെ? Yeah, it was very challenging to work with them. Dhanush sir is like obviously a legend and for me he's an inspiration in acting too. So to share the screen space with Dhanush sir was very challenging, but Angana, I have to be the artist.
So appo வந்து off the take I'll be like Dhanush sir, and then on take I have to be like whatever dialogues I have to say. So it was the same with Vijay sir also. It was very nice and it was very exciting. Even I had the same starstruck moment with Suraj sir too, because I'm a big fan of him in Driving License and all the movies they've done, Great Indian Kitchen. So to see him in person, and he was very friendly. Like, he's a big star here, but when you speak with him, he's almost like my neighbor person who's very kind and who's very friendly. So I had such amazing experience working with all of them, and especially Suraj Chetran. അടിപൊളി. പ്രശാന്ത്, ശരിക്കും നമ്മുടെ സിനിമ കുറേ മാറുന്നുണ്ട്. ഇപ്പോൾ കൃഷാന്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സിനിമയാണ് ഗഗനചാരി. അതൊരു മലയാള സിനിമയുടെ മാറ്റമായിട്ട് കരുതുന്ന ഒരു സിനിമയാണ്. നമ്മൾ എങ്ങനെയാണ് ഇത്രയും വലിയ കാര്യത്തിൽ നിന്ന് കോമഡി ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നതാണ്. ശരിക്കും പ്രശാന്ത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അത്തരം സിനിമകളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ കൃഷാന്ത് തന്നെയാണ് ആവാസവ്യൂഹം അസാധ്യ സിനിമയായിരുന്നു. ഇത്തരം ചില സിനിമകൾ വരുമ്പോൾ ഇത് കമേഴ്സ്യലി സക്സസ് ആവുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾ പുരുഷപ്രേതം ശരിക്കും കമേഴ്സ്യലി സക്സസ് ആയിരുന്നില്ലേ? ഗഗനചാരി അങ്ങനെ തിയേറ്ററിൽ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഗഗനചാരി തിയേറ്റർ റിലീസ് ആയിരുന്നു. തിയേറ്ററിൽ കളക്ഷൻ സക്സസ് ആണെന്നാണ് ഇന്നലെ കൃഷാന്തുമായിട്ട് സംസാരിച്ചപ്പം അറിയാൻ കഴിഞ്ഞത്. പുരുഷപ്രേതം ഡയറക്റ്റ് OTT റിലീസായിരുന്നു. അത് ഞങ്ങൾ നിർമ്മാതാക്കളെ സംബന്ധിച്ച് നല്ല ലാഭം കിട്ടിയ പ്രൊജക്റ്റാണ്. പിന്നെ അതിന് അത്രയും അത് റിലീസ് ചെയ്ത OTT പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് കിട്ടിയിട്ടുള്ള സിനിമകളിലൊന്നും കൂടിയാണ് പുരുഷപ്രേതം റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 5 മാസത്തോളം മറ്റ് റിലീസുകളൊന്നും ഇല്ലായിരുന്നു. റിലീസുകൾ അനൗൺസ് ചെയ്ത റിലീസുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ റണ്ണ് മാക്സിമം കിട്ടിയിട്ടു. അപ്പോൾ അങ്ങനെ പ്രേക്ഷകർ കണ്ട എണ്ണത്തിലാണെങ്കിലും എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മൾ പേഴ്സണലി ആഗ്രഹിക്കുന്നത് നമ്മളുടെ സിനിമ തിയേറ്ററിൽ ഓടുക എന്നുള്ളതും തിയേറ്ററിലെ ഓഡിയൻസിൻ്റെ കൂടെ കാണുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പം സിനിമകളും സീരീസുകളെയും പറ്റി ഉള്ളൊരു സംസാരം വന്നല്ലോ. അപ്പോൾ സിനിമകൾ ആക്ച്വലി തിയേറ്ററുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് സിനിമകൾ തിയേറ്ററുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ആൾക്കാർ വന്നിരുന്ന് കണ്ട്, അതായത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ സിനിമ കാണാൻ വേണ്ടി വന്ന് ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറി അത് കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് ആ സിനിമയുടെ വിജയം. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആ സിനിമ പരാജയമാണ്. അപ്പം സിനിമകൾ ഉണ്ടാകുന്ന തിയേറ്ററുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ ടെലിവിഷന് വേണ്ടിയും സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. പേഴ്സണലി എൻ്റെ ആഗ്രഹം സിനിമകൾ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണമെന്നും കാണണമെന്നും ഉള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു നിരാശ പുരുഷപ്രേതം തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റാഞ്ഞതിലുണ്ട്. പക്ഷേ അതിൻ്റെ സാമ്പത്തിക ലാഭം തരുന്ന ഒരു സന്തോഷം ചെറുതല്ല. നമ്മൾ 10-20 വർഷം സിനിമയിൽ സ്ട്രഗിൾ ചെയ്ത ആളെന്നുള്ള നിലയിൽ ഇനിയും വേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനും ചില സിനിമകൾ ചെയ്യാതിരിക്കാനും ഒക്കെ ആ സാമ്പത്തിക ഭദ്രത എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ട്, ദോഷമുണ്ട്. സീരീസുകളിലേക്ക് വരുമ്പോൾ സീരീസുകൾ നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ വീടുകളിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. എന്താ, നിങ്ങളിത് കണ്ടോളൂ, ഞങ്ങൾ ചെയ്തൊരു വർക്കാണ്, ഇത് കാണൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മീഡിയമാണ് സീരീസുകൾ. ഫ്രെയിമിങ്ങിലൊക്കെ തന്നെയും അതിൻ്റെ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. വൈറ്റ് ഷോട്ട്സ് കുറവായിരിക്കും, ക്ലോസുകളിലായിരിക്കും കൂടുതൽ. ഈ മിനി സ്ക്രീൻ മൊബൈൽ ഒക്കെ മുൻകൂട്ടി കണ്ട് ഷോർട്സ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. എന്നാൽ സീരിയലുകളാവാനും പാടില്ല. അപ്പോൾ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കുറേയെങ്കിലും കിട്ടത്തക്ക രീതിയിലുള്ള പരിപാടികളും കൂടെ ഒരു ഡയറക്ടർ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് സീരീസ് ചെയ്യുന്ന ഡയറക്ടറിന് ചലഞ്ച് കൂടുതലാണ് സിനിമയെക്കാളിലും. സിനിമ എന്ന് പറയുമ്പോൾ സിനിമ കാണുന്ന ഓഡിയൻസ്, തിയേറ്ററിൽ കാണുന്ന ഓഡിയൻസിനെ മാത്രം മുന്നിൽ കണ്ടാൽ മതി. സീരിയൽ ചെയ്യുന്ന ആൾക്കാർക്ക് ടി വിയിലുള്ള ആൾക്കാരെ മുന്നിൽ കണ്ടാൽ മതി. പക്ഷേ സീരീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയും ഇതിൽ ഹുക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഘടകങ്ങൾ സ്ക്രിപ്റ്റിലും മേക്കിങ്ങിലും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ചലഞ്ചുണ്ട്. അപ്പോൾ നമ്മളുടെ സീരീസ് ഇത് രണ്ടും ഏറെക്കുറെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് ഇതിൻ്റെ ത്രൂ ഔട്ട് യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു. ഈ പുരുഷപ്രേതം വേണമെങ്കിൽ റീ റിലീസ് ചെയ്യാം. അപ്പോൾ മണിച്ചിത്രത്താഴം റീ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മണിച്ചിത്രത്താഴം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഫസ്റ്റും നമ്മൾ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ മാസ്റ്റർ പീസ് ആണ് മണിച്ചിത്രത്താഴ്. യവനിക കഴിഞ്ഞാൽ പിന്നെ അതുപോലെ സംസാരിക്കപ്പെട്ടിട്ടുള്ളതും മണിച്ചിത്രത്താഴാണ്. അതിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന, ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ, ഇന്നസെൻ്റ് ഏട്ടൻ, നെടുമുടി സാറ്, ഇവരുടെ എല്ലാം പെർഫോമൻസുകൾ അന്ന് തിയേറ്ററിൽ മിസ്സായി പോയ ആൾക്കാരാണ് ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന സിനിമ ഓഡിയൻസ്. അപ്പോൾ അവർക്ക് ഇത് റീ റിലീസ് ചെയ്യുമ്പോൾ അത് കാണാനൊരു കൊതിയുണ്ടാവും. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുരുഷപ്രേതം ഇപ്പം റീ റിലീസ് ചെയ്തിട്ട് അത് കാണാൻ അത്ര കൊതിയുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല.
കാലത്തെ അതിജീവിച്ച് ആ സിനിമ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും അത് റീ റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും കൂടെ വളർന്നാൽ ചിലപ്പോൾ എൻ്റെ ആദ്യത്തെ പടം റിലീസ് ചെയ്യപ്പെടാമല്ലോ. നമ്മുടെ ആഗ്രഹങ്ങളിൽ കിടന്നോട്ടെ അവിടെ. അതെ, അത് നല്ലൊരു പരിപാടിയാണ്. ഈ പറഞ്ഞ മാതിരി സിനിമകൾ OTT വരുമ്പോൾ ഇപ്പോൾ 2 സിനിമ വർഷങ്ങൾക്ക് ശേഷവും ഗുരുവായൂർ അമ്പലനടയിലും OTT വന്ന സമയത്ത് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. തിയേറ്ററിൽ സക്സസ് ആവുന്ന സിനിമയാണ്, തിയേറ്ററിൽ ഒരു തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടാതെ രക്ഷപ്പെട്ടു വന്ന സിനിമകളാണ്. ഇത് ഇങ്ങനെ രക്ഷപ്പെട്ടു വന്ന സ്ഥലത്ത് OTT വരുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. സത്യത്തിൽ ഈ പറയുന്ന മാതിരി ഈ ഹൈപ്പ് ആവശ്യമാണ്, പക്ഷേ ഓവർ ഹൈപ്പഡ് ആയി പോകുന്നത് കൊണ്ടാണോ ഈ പറയുന്ന സാധനം വരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ എങ്കിലും ഈ തിയേറ്ററിൽ തന്നെ ഈ സാധനം പോകുമ്പോൾ വിമർശിക്കപ്പെടുന്നിടത്ത് റിവ്യൂവേഴ്സും മറ്റുമൊക്കെ വിമർശിക്കപ്പെടുന്ന സ്ഥലത്താണ് ഭയങ്കരമായിട്ട് ഒബ്ജക്ഷൻ ഉണ്ടായി. അപ്പോഴാണ് കുറച്ചുകൂടെ വിമർശിക്കേണ്ടവർ പോലും പുറകോട്ട് നിന്നു. ഇത് സക്സസ് ആയിക്കോട്ടെ, നമ്മളെ സിനിമയ്ക്ക് നല്ലതാണ്, ഒഴുക്കിൽ പൊക്കോട്ടെ. അപ്പോൾ ആ ഒഴുക്ക് തടസ്സപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും വ്യവസായത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവരെല്ലാം ഒരുമിച്ച് നിന്നു. പക്ഷെ അത് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഇത് ഡ്രോബാക്ക് ആവുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങി വൻ ഹിറ്റായ ഒരു സിനിമ ഈ വർഷം അതേ മാസം ഇറങ്ങുമ്പം അത് അതുപോലെ റിസീവ് ചെയ്യപ്പെടണമെന്നില്ല. ഓഡിയൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും ചിലപ്പോൾ ഒരു സിനിമ ഒരു സമയത്ത് ഹിറ്റാകുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ചിലപ്പോൾ വേറെ റിലീസുകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു നല്ല സിനിമ ചിലപ്പം പോകാതിരിക്കുന്നത്, ചിലപ്പോൾ ഒരു ജൂൺ മാസത്തിൽ ഇറങ്ങിയാൽ ആൾക്കാർക്ക് മറ്റൊരുപാട് രീതിയിലുള്ള എക്സ്പെൻസ് ഉള്ളൊരു മാസമാണ് ജൂൺ എന്ന് വെക്കുക. മഴയുണ്ട്, സ്കൂൾ തുറക്കുന്നുണ്ട്, അപ്പം തിയേറ്ററിലേക്കുള്ള ഒഴുക്ക് കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു വെക്കേഷനിൽ ആ സിനിമ ഇറങ്ങിയതെങ്കിൽ ഓടിയാൻ. അപ്പം സിനിമ എല്ലാം അതിൻ്റെ ഒരു ടൈമാണ്. സിനിമയുടെ 50% അത് ഇറങ്ങുന്ന ടൈമും അതിനുള്ള കോമ്പറ്റീഷനും അപ്പോൾ ഉള്ള സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഒരു സിനിമ സക്സസ് ആവുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നത് ഓവർ റേറ്റഡ് ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഓവർ ഹൈപ്ഡ് ആണ്, ഓവർ റേറ്റഡ് ആണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പല പടങ്ങളും പിന്നീട് അത് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല എന്നൊക്കെ പറയുന്നത്. വിമർശകർ അല്ലെങ്കിൽ റിവ്യൂവേഴ്സിൻ്റെ കാര്യം, ഒരു കാലം വരെ മര്യാദയ്ക്ക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. മാന്യമായ രീതിയിൽ അവർക്ക് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അത് മാന്യമായിട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊക്കെ എത്രയോ അന്ന് വെള്ളി നക്ഷത്രം ഞാനൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ റിവ്യൂ ഉണ്ട്. അല്ല നമ്മൾ അന്നത്തെ മാസികകൾ വായിക്കുമ്പം റിവ്യൂ ഒക്കെ നമ്മൾ വായിക്കുമല്ലോ, ആഴ്ചപ്പതിപ്പിലുണ്ട്, കോഴിക്കോടിൻ്റെ എല്ലാത്തിലും ഉണ്ട്. അപ്പം ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ ഒരു ക്യാമറ കയ്യിലുണ്ടെങ്കിൽ എന്ത് പോക്കറ്റിലും വിളിച്ചു പറയാം എന്ന് തോന്നുന്ന കുറേ റിവ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഓവറാണ്. അത് ഓവർ എന്ന് വെച്ചാൽ അതിൻ്റെ മേക്കേഴ്സിനെ, അതിനകത്ത് ആർട്ടിസ്റ്റിനെ, അവരുടെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ അനാവശ്യമായിട്ട് ഈ പറയുന്ന അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാം. ആക്ച്വലി അത് റിവ്യൂ അല്ല, അത് അവരുടെ അഭിപ്രായമാണ്. അതെ, അവര് സിനിമ കണ്ടിട്ട് അവർക്ക് തോന്നുന്ന അഭിപ്രായം റിവ്യൂ ആയിട്ടാണ് പറയുന്നത്. അല്ല, ബേസിക്കലി റിവ്യൂ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം ക്രിട്ടിക്കലി അല്ല, അതിനൊന്നുള്ള ധാരണയുള്ള ആൾക്കാരില്ല. ഉള്ളവർ ഈ പറഞ്ഞ പേഴ്സണൽ അറ്റാക്കിംഗ് ആണ്. ഇപ്പോൾ ആ ഡയറക്ടറിനെ ചീത്ത വിളിക്കുക, ആ ആക്ടറിനെ ചീത്ത വിളിക്കുക, അതിൻ്റെ മുമ്പ് ആ ആക്ടർ മുമ്പ് ചെയ്ത പടത്തിൻ്റെ ഡയറക്ടറെ ചീത്ത വിളിക്കുക, വായി തോന്നുന്നതും വിളിച്ചു പറയാമെന്ന് പറയുന്ന ആ സാധനമാണ് ഇപ്പം ഈ പറയുന്ന പോലെ എല്ലാവരും വേണ്ടത് മാറ്റി വെക്കുക എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ സിനിമ എടുത്ത് അത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ പ്രൈസ് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അത് നമുക്ക് ആനന്ദം തരുന്നുണ്ടെങ്കിൽ വിമർശനം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. ഈ പ്രൈസ് ഞാൻ സാറിന് ചെയ്യുന്നത്, ഞാൻ റിലീസാക്കി ഞാൻ ഉമ്മർ എന്താ പറയുന്നതെന്ന് ഞാൻ കേൾക്കാറില്ല. നല്ല അഭിപ്രായങ്ങളും ഞാൻ കേൾക്കാറില്ല, മോശം അഭിപ്രായങ്ങളും കേൾക്കാറില്ല. കാരണം ഞാൻ എനിക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്ത് കൊടുത്ത്, ഇനിയിപ്പോൾ ആ സിനിമ മോശമായതുകൊണ്ട് എനിക്ക് അടുത്ത സിനിമ ബെറ്റർ ആക്കാനൊന്നും പറ്റില്ല. കാരണം അടുത്ത സിനിമ വേറെ സിനിമ തന്നെയാണ്. ആ സിനിമയുടെ ന്യൂനതകളും മെറിറ്റ്സും എല്ലാം ആ സിനിമയ്ക്കുണ്ട്. അതിൽ അങ്ങനെ ഒരു പരിപാടി മോശമായിട്ടോ അടുത്ത പടം ചെയ്യുമ്പോൾ ആ സീനൊന്നും വൃത്തിയാക്കുന്ന അടുത്ത പടത്തിൽ ആ സീൻ ഇല്ലല്ലോ, ഈ സെറ്റപ്പേ ആയിരിക്കില്ല. അപ്പോൾ റിവ്യൂ മാന്യമായിട്ട് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ മാന്യമായിട്ട് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നതും ഈ ചെയ്യുന്ന ആൾക്കാരാണ്. ആ മാന്യമായിട്ട് ചെയ്യുന്നവരെ കാണണോ മാന്യത ഇല്ലാതെ ചെയ്യുന്നവരെ കാണണമെന്ന് തീരുമാനിക്കുന്ന ഈ യൂട്യൂബ് കാണുന്ന നമ്മളിപ്പോൾ ഉള്ള ഓഡിയൻസുമാണ്. അപ്പോൾ അത് മോശമാണെങ്കിൽ അത് എപ്പോഴേലും അതങ്ങ് പോയിക്കോളും, നല്ലതാണെങ്കിൽ അത് ഇനിയും ഗ്രോ ചെയ്യും, അത്രയേ ഉള്ളൂ. അടുത്ത പടം എഴുത്ത് നടക്കുന്നതേ ഉള്ളൂ. ഈ ലേലൻ 2-നെ കുറിച്ച് സംസാരിച്ചിട്ട് ലേലൻ 2 ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ വേറൊരു പ്രോജക്റ്റിലേക്ക് അച്ഛനും ഞാനുമായിട്ട് വേറൊരു പ്രോജക്റ്റിന്റെ ചർച്ച ചെയ്യാം. ലേലം ഒരു വമ്പൻ ഹിറ്റായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ് ലേലം. വമ്പൻ ഹിറ്റായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ എനിക്ക് അച്ഛൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് ബേസിക് ആഗ്രഹം. ലേലം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമ ആയതുകൊണ്ടും അന്ന് ഇതിൻ്റെ ഒരു സീക്വലിനെ പറ്റി ചർച്ച വന്നപ്പോൾ ചെയ്താലോ എന്ന് ചോദിക്കുകയും ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ്. ലേലം തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമല്ല. ലേലം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ് അച്ഛൻ്റെ, സുരേഷ് അങ്ങളിലെ. പക്ഷേ ഇപ്പം ലേലത്തിനെ പറ്റി ഇപ്പം തൽക്കാലം ചർച്ചയല്ല, വേറൊരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ
ലാൻഡ് ചെയ്തു. ആൽഫി, ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ പ്രൊമോഷൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. പണ്ട് സിനിമ പ്രൊമോഷൻസ് ഇല്ല, പക്ഷേ ഈ കാലഘട്ടത്തിലായതുകൊണ്ട് പ്രൊമോഷൻ ഒരു ഹെറ്റിക്കായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഒരു ജോലിയുടെ ഭാഗമാണ്. പക്ഷേ ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് പല രീതിയിൽ, ഇപ്പം ഷൈൻ ടോം, ധ്യാൻ ശ്രീനിവാസനൊക്കെ ഭയങ്കര രസകരമായിട്ട് ഇത് ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്? ഒരു പ്രൊമോഷണൽ കലാകാരന്മാരും കൂടെ അല്ലേ അവരൊക്കെ? അയ്യോ, എനിക്കങ്ങനെ അതിന് വലിയ ഇത് തോന്നിയിട്ടില്ല. അത് അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലത്. പക്ഷെ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിയെങ്കിൽ അത് നല്ലത്. കാരണം ഇപ്പോൾ ചിലവർ നോർമലി സംസാരിക്കും, ചിലവർ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ രസകരമായ കുറേ കാര്യങ്ങൾ, അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് എല്ലാം സിനിമയുടെ കാര്യങ്ങളാവാം, ഔട്ട്സൈഡ് കാര്യങ്ങളാവാം. അപ്പോൾ അതും കൂടെ വന്നാൽ ചിലപ്പോൾ ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അതൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതെ അതെ, പ്രൊമോഷണൽ കല എന്ന് പറയുന്ന ഒരു പുതിയ കലയും കൂടെ വരുന്നുണ്ട്. സിനിമയുടെ ഭാഗമാണിത്, പ്രൊമോഷൻ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഇത് അതല്ലേ, ഇപ്പോൾ ഹൈപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പ്രൊമോഷനാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൽ സക്സസ് ആവുന്നുണ്ട്, ചിലർ അതിൽ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ധ്യാനും ഷൈൻ ടോമും ഒക്കെ അതിൽ മുമ്പിൽ നിൽക്കുക, അതും ഒരു ഒരു പുതിയ സംഗതിയല്ലേ ഈ കാലഘട്ടത്തിൻ്റെ? ലക്ഷ്യത്തിലെത്താതെ വേറൊരു സ്ഥാനത്തിലേക്ക് പോവാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു സിനിമയുടെ പ്രൊമോഷനാണ് ഇരിക്കുന്നതെങ്കിൽ ആക്ച്വലി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് അതിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആ താരങ്ങളാണ്. ആ സിനിമ ഏതാണെന്ന് പോലും ആൾക്കാർക്ക് ചിലപ്പം ഓർമ്മയുണ്ടാവണമെന്നില്ല. ഈ പ്രൊമോഷണൽ പരിപാടി സംഘടിപ്പിക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ കാശ് മുടക്കി നമ്മളെ കൊണ്ടുവന്ന് ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. പക്ഷെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾ കാണുന്ന ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ വ്യൂവർഷിപ്പ് അത്രയും കിട്ടണമെന്നില്ല. പക്ഷെ ഇവരുടെ നൈസർഗികമായിട്ടുള്ള ഇവരുടെ ചില ആക്ഷൻസും ചില വർത്തമാനങ്ങളും ചില കോമഡികളും ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടും. അതിലൂടെ അവരും അവരുടേതായിട്ടുള്ള മാർക്കറ്റ് ബിൽഡ് ചെയ്ത് അവരും പോകുന്നുണ്ട്. സോ പേഴ്സണലി അവർക്കത് ഗുണമുണ്ടാകുന്നുണ്ട്. പക്ഷേ ഫിലിം പ്രൊമോഷൻ എന്ന് പറയുന്ന ആ സാധനം ചിലപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. പക്ഷെ ഇത് എല്ലാ കാലത്തും അങ്ങനത്തെ സ്കില്ലുള്ള മിടുക്കന്മാർക്ക് കിട്ടുന്ന അവരുടെ മിടുക്കുകൊണ്ട് കൂടി ഉണ്ടാക്കി. ഇപ്പം ധ്യാനിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ധ്യാൻ വളരെ ബ്രില്യൻ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. ധ്യാനിൻ്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ധ്യാനിന് തോന്നുന്നുണ്ടെങ്കിൽ ധ്യാൻ വളരെ ബ്രില്യൻ്റായിട്ട് ധ്യാനിൻ്റെ ശൈലിയിലൂടെ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യും. ഉറപ്പാണ്. അത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പം അദ്ദേഹം അതിലേക്ക് കടന്നു പോകണമെന്നുമില്ല. അത് ഞാൻ കണ്ടിട്ട് അത്ഭുതത്തോടെ ആരാധനയോടെ ഇതൊക്കെ നോക്കി കാണാറുണ്ട്. ഇവരുടെ പെർഫോമൻസ്, ഇത് എങ്ങനെ ഇത് വർക്കൗട്ട് ആവുന്നു, എങ്ങനെ ഇത് ചെയ്യുന്നു. പിന്നെ അവർ പറയുന്ന ആ കഥകൾ കേൾക്കാനും നമുക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ധ്യാൻ പറയുന്നത് ധ്യാനും വിനീതും ശ്രീനി സാറുമായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പും അവരുടെ ജീവിതവും ആ കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കഥകളാണല്ലോ. അപ്പോൾ അത് കേൾക്കാനും നമുക്കിഷ്ടമാണ്. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻസും പരിപാടികളും കൊണ്ടുവന്നു. നൈസല്ലേ? എന്തായാലും നമ്മുടെ സിനിമ മാറുന്നുണ്ട്, നമ്മുടെ സിനാരിയോ കംപ്ലീറ്റ് മാറുന്നുണ്ട്. വെബ് സീരീസ് ഇനിയും കൂടുതൽ വരട്ടെ, ഈ വെബ് സീരീസും വിജയമാവട്ടെ, ആൾക്കാർ ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.